ചെറിയ യൂട്യൂബേഴ്സിനും വലിയ യൂട്യൂബേഴ്സിനും ഒക്കെ ഈ മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. അപ്പോൾ സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. കാരണം യൂട്യൂബ് നമുക്ക് ഫ്രീ ആയിട്ട് 50,000 രൂപ ബോണസ് തരുന്നുണ്ട് കേട്ടോ. ഓരോ മാസം 25,000 വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് കേട്ടോ, 2 മാസമാണ് 50,000 രൂപ നമുക്ക് ബോണസ് ആയിട്ട് യൂട്യൂബ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് ആർക്കൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓഗസ്റ്റ് മാസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷോർട്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതിൽ ഇപ്പൊ വീഡിയോക്കാണെങ്കിലും വാച്ച് അവേഴ്സ് ആണ്, ഷോർട്സിനാണെങ്കിൽ വ്യൂസ് ആണ്. അപ്പൊ നമ്മൾ ഈ മാസം വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ചെയ്തതിൽ നിന്ന് 5% അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ 5% കൂടണം. മനസ്സിലായോ? ഈ മാസം നിങ്ങൾക്ക് 10% ആണ് ടോട്ടൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം 15% എങ്കിലും ആ വാച്ച് അവേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും കൂടിയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ബോണസ് ലഭിക്കത്തുള്ളൂ. അപ്പൊ ബോണസ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോണസ് പ്രോഗ്രാമിന്റെ മെയിൽ വന്നിരിക്കണം. അപ്പോൾ പലർക്കും വന്നിട്ടുണ്ട്, ചെറിയ യൂട്യൂബേഴ്സിനും വലിയ യൂട്യൂബേഴ്സിനും ഒക്കെ ഈ മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. അപ്പോൾ സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവരും സൈനപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ, വന്നവരെല്ലാവരും. അപ്പോൾ ഇതിന് ക്രൈറ്റീരിയ വളരെ ചെറിയൊരു ക്രൈറ്റീരിയ ആണ് നമുക്ക് യൂട്യൂബ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ, 5% മാത്രമേ വ്യൂസ് ആണെങ്കിലും വാച്ച് അവേഴ്സ് ആണെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബോണസ് തരുന്നു. വളരെ എന്താ പറയാ, ഹാപ്പി ആയിരിക്കില്ല എല്ലാവരും. കാരണം 50,000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് കിട്ടി എന്ന് പറയാനുള്ള ഒരു ഇത് വരത്തുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഫ്രീ ആയിട്ട് യൂട്യൂബ് 50,000 രൂപ തരുന്നു. അപ്പൊ നമ്മൾ എത്ര വീഡിയോസ് ഇട്ടിട്ടാണ് എന്താ പറയാ ഒരു 10,000 രൂപയോളം കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഇപ്പൊ ഫ്രീ ആയിട്ട് യൂട്യൂബ് 50,000 രൂപ ഇങ്ങനെ തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ മെയിൽ ഐ ഡി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സൈനപ്പും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ അവര് ചോദിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയാ ബോണസ് പെർസെന്റേജിനനുസരിച്ച് കൂടി വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ 25,000 രൂപയാണ് ഒരു മാസം വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വാച്ച് അവേഴ്സും വ്യൂസും കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ടോട്ടൽ 2 മാസത്തിന്റെ ഉള്ളിൽ 50,000 രൂപ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണിത്. എനിക്ക് ഇഷ്ടമായി. കാരണം ഇത് ഇപ്പൊ യൂട്യൂബ് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലരും യൂട്യൂബിൽ നിന്ന് മാറിയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിലധികം ക്രൈറ്റീരിയകളൊന്നും ഇല്ല. ഇങ്ങനെ വാച്ച് അവേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും ഇത്ര വേണമെന്നൊന്നുമില്ല. ഫോളോവേഴ്സ് ആണ് അതിന് വേണ്ടത് അല്ലേ. അപ്പോൾ അതിന് പെട്ടെന്ന് ക്യാഷും കിട്ടും. അപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് പോളിസീസും കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ അടിച്ചു പോകില്ല. അപ്പൊ യൂട്യൂബിന് തന്നെ മനസ്സിലായി യൂട്യൂബിൽ നിന്നും ആളുകളൊക്കെ വേറെ ഇതിലേക്ക് പോകുന്നു എന്ന്. അപ്പോൾ അവരെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോണസ് പ്രോഗ്രാം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എന്താ പറയാ നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് 50,000 എന്ന് കേൾക്കുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ആണ് അല്ലേ. കാരണം പലർക്കും അത് ചെറിയ എമൗണ്ട് ആയിരിക്കാം. എന്നെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ അത് വലിയൊരു എമൗണ്ട് ആണ്. നമ്മള് വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടിയാലും അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുടരെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. നല്ല നല്ല വീഡിയോ ഇടാൻ നോക്കുക. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും കൂടി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അനലിറ്റിക്സിൽ ട്രെൻഡിനനുസരിച്ച് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങളുടെ ഓഡിയൻസ് ഏത് വീഡിയോസ് ആണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങളെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ വൈറലാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വാച്ച് അവേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും കൂടി വരും. അങ്ങനെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകാനും സാധിക്കും. ബോണസ് പ്രോഗ്രാം നിങ്ങളുടെ കൈകളിലേക്ക് ക്യാഷ് കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം ഒരു വീഡിയോയെങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ യൂട്യൂബ് പറയുന്നത് ഒരു മാസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ്. നിങ്ങളിപ്പോൾ ഇന്ന് വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത മാസം ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം. ഈ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒന്നും അല്ലല്ലോ, ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യും അല്ലേ. എന്തായാലും ചിലപ്പോൾ ഓരോ മാസം ചിലപ്പോൾ ഒന്ന് വെച്ച് ചെയ്യുന്നവരുണ്ടാവും, വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണ യൂട്യൂബേഴ്സൊക്കെ ഡെയിലി വീഡിയോയും ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് അല്ലേ. ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3 ഷോർട്സും വീഡിയോസൊക്കെ ഇടാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വ്യൂസ് ഇല്ല, വാച്ച് അവേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്കൊക്കെ അത് കൂടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂസും വാച്ച് അവേഴ്സും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അനലിറ്റിക്സ് പോയിട്ട് ട്രെൻഡിൽ
നിങ്ങൾ സെർച്ച് ചെയ്യുക. ഏത് വീഡിയോ ആണ് നിങ്ങളുടെ ഓഡിയൻസിന് ഇഷ്ടം, എത്രത്തോളം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ വീഡിയോ കാണാൻ എന്നതൊക്കെ അതിൽ കാണിക്കും. ഹൈ ഇൻട്രസ്റ്റ്, മീഡിയം ഇൻട്രസ്റ്റ്, ലോ ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. മുകളിൽ കൊടുക്കാം, ആ വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പോയി വേഗം കണ്ടിട്ട് നിങ്ങൾ നല്ല നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ബോണസ് കയ്യിൽ എത്തട്ടെ. അപ്പോൾ ഓണത്തിനൊരു ബോണസായി നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ക്യാഷ് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നില്ലേ, നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു കൂട്ടം ആളുകൾക്ക് ഈ മെയിൽ അയച്ചിട്ടുണ്ട് എന്നാണ് യൂട്യൂബ് പറയുന്നത്. ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിനെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെയുള്ള ബോണസ് പ്രോഗ്രാം ഒക്കെ ഇറക്കുന്നത് കേട്ടോ. അപ്പൊ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളും യൂട്യൂബ് ഈ ഇടയായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചിലത് നമുക്ക് ദോഷവും നല്ലതും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോ ചെറിയ യൂട്യൂബേഴ്സിനാണ് വളരെ ഗുണം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ബോണസ് പ്രോഗ്രാം ലഭിക്കട്ടെ. അപ്പോൾ സെപ്റ്റംബർ 10 മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ ഈ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക. അപ്പോൾ സെപ്റ്റംബർ 10 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ കേട്ടോ, മെയിലിൽ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ മെയിലിലായിരിക്കും വന്ന് കിടക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലും വന്ന് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബോണസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് സൈൻ അപ്പ് എന്നാണ് കാണിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ സൈൻ അപ്പ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ചിലവർ ശ്രദ്ധിക്കത്തില്ല. ഒരുപാട് മെയിൽ ഐ ഡികൾ ഉള്ളവർ ഇതിന്റെ മെയിൽ ഐ ഡി കൊടുത്തതിൽ തന്നെ പോയി നോക്കുക. അപ്പോൾ ഏതിലാണ് വന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയാണ് യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത് ആ മെയിൽ ഐ ഡിയിൽ പോയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. അല്ലാതിരുന്നാൽ നമ്മുടെ YT സ്റ്റുഡിയോയിൽ ഏണിലോ ക്രോമിലൂടെ പോയിട്ട് ഏണിലാണെങ്കിലും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സൈൻ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കാതെ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ബോണസ് പ്രോഗ്രാം എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യാൻ വരിക എന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സൈൻ അപ്പ് നൗ ഫോർ എ ചാൻസ് ടു ഏൺ അപ്പ് ടു എ 50,000 ബോണസ്. അപ്പോൾ നമ്മുടെ ഏത് ചാനലിൻ്റെ പേര് വരും. അപ്പോൾ അടിയിലായിട്ട് സൈൻ അപ്പ് എന്ന് കാണിക്കും. സൈൻ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളിൻ്റെ മോർ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1 മുതലാണ്. പെർ മന്ത് 25,000 വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും കേട്ടോ നമുക്ക് ബോണസ് ലഭിക്കുക. അപ്പോൾ സെപ്റ്റംബർ 1 മുതലാണ് ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ പെർസെൻറ്റേജ് സെപ്റ്റംബറിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബോണസ് കൂടുതൽ ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ YT സ്റ്റുഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 10-80 കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.